നല്ലൊരു ട്രേഡർ ആവണമെന്നുണ്ടെങ്കിൽ ഒരു 4ഓളം സ്റ്റെപ്പ് നമ്മൾ മിനിമം ഫോളോ ചെയ്യണം. ഒന്ന്, നമുക്ക് കൃത്യമായ ഒരു സിസ്റ്റം ഉണ്ടായിരിക്കണം. ഈ സിസ്റ്റം നമ്മളെ ഹെൽപ്പ് ചെയ്യണം. ഞാൻ നാളെ ഏതൊക്കെ സ്റ്റോക്കുകളാണ് ട്രേഡ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ അടുത്തൊരു ആഴ്ചയിൽ ഞാൻ ഏതൊക്കെ സ്റ്റോക്കുകളാണ് ട്രേഡ് ചെയ്യാൻ പോകുന്നത്, അത് കണ്ടുപിടിക്കാൻ ഒരു സിസ്റ്റം എൻ്റെ കയ്യിൽ വേണം. നമ്മളെല്ലാവരും എന്താ ചെയ്യാറ്? നേരെ മാർക്കറ്റ് ഓപ്പൺ ആവുന്ന സമയത്ത് എന്ത് ചെയ്യും? നമ്മുടെ ലാപ്ടോപ്പ് കൊടുക്കും, അല്ലെങ്കിൽ നേരെ ഞങ്ങളെ വിളിക്കും, അല്ലെങ്കിൽ ബ്രോക്കറെ വിളിക്കും. സാറേ, ഇനി ഏതൊക്കെ സ്റ്റോക്ക് ട്രേഡ് ചെയ്യാനുള്ളത് അല്ലേ? ബിഫോർ മാർക്കറ്റ് ഓപ്പൺ ആകുന്നതിൻ്റെ മുമ്പിട്ട് ആരെങ്കിലും സ്റ്റോക്കിനെ പറ്റി ചോദിച്ചാൽ നാളെ ഏതൊക്കെ സ്റ്റോക്കിൽ ട്രേഡ് ചെയ്യണം എന്ന് പറഞ്ഞ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? മാർക്കറ്റ് ഓപ്പൺ ആകാനാണ് നമുക്ക് വേണ്ടത്. സോ സ്റ്റോക്ക് പിക്ക് ചെയ്യാൻ ഏതൊക്കെ സ്റ്റോക്കിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏതൊക്കെ സ്റ്റോക്കിലാണ് ട്രേഡ് ചെയ്യേണ്ടതെന്ന് എന്ന് തീരുമാനിക്കാനുള്ള ഒരു കൃത്യമായ ഒരു സിസ്റ്റം നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. രണ്ടാമത്തത്, ഈ സിസ്റ്റം മാത്രം മതിയോ? സ്റ്റോക്ക് പിക്ക് ചെയ്താൽ മാത്രം മതിയോ? നമ്മൾ ക്രിക്കറ്റ് കളിക്കുന്നതിന് മുമ്പ് പിച്ചിനെ പറ്റിയുള്ള സ്റ്റഡി, ഇവിടെ ബാറ്റിംഗ് പിച്ചാണോ ബോളിംഗ് പിച്ചാണോ എന്നൊക്കെ നടത്തി കഴിഞ്ഞു. ബാറ്റ്മാൻ ബാറ്റിംഗ് കൊണ്ട് വന്നു, ബാറ്റ് ചെയ്യേണ്ട ഒരു ടൈം ഉണ്ടല്ലേ? ആ ബോളർ ഓടി ബോൾ അവിടെ പിച്ച് ചെയ്ത് നമ്മുടെ ബാറ്റിൻ്റെ അടുത്തെത്തുമ്പോൾ മാത്രമേ നമ്മൾ ഷോട്ട് എടുക്കാൻ പാടുള്ളൂ. അതേപോലെ നമ്മൾ സ്റ്റോക്ക് കണ്ടു, ട്രേഡ് എടുക്കുന്നതിന് മുമ്പിട്ട് നമുക്കൊരു ടൈമിംഗ് ഉണ്ട്. സോ ഇതിനൊരു ട്രേഡ് സെറ്റപ്പ് എന്ന് പറയും. ഈ ട്രേഡ് സെറ്റപ്പ് നമുക്ക് പറഞ്ഞു തരുന്നത് ഞാൻ എവിടെ എൻ്റർ ചെയ്യണം, എന്തൊക്കെ കണ്ടീഷൻസ് വന്നു കഴിഞ്ഞാൽ ഞാൻ ഈ സ്റ്റോക്ക് മേടിക്കാം, എന്തൊക്കെ കണ്ടീഷൻസ് വന്നു കഴിഞ്ഞാൽ ഞാൻ ഈ സ്റ്റോക്കിൽ എക്സിറ്റ് ചെയ്യണം, പ്രോഫിറ്റ് വന്നാൽ ഞാൻ എപ്പോൾ എക്സിറ്റ് ചെയ്യണം, ഇൻ കേസ് ലോസ് ആണെങ്കിൽ ഞാനത് എക്സിറ്റ് ചെയ്യണോ വേണ്ടയോ, എവിടെ എക്സിറ്റ് ചെയ്യണം, ഇതിനൊക്കെ ഓരോരോ ട്രേഡ് സെറ്റപ്പ് ഉണ്ട്. നേരത്തെ സുബ്രഹ്മണ്യ സാർ എന്നോട് പറഞ്ഞു, ലോസ് ഞാൻ ചിലപ്പോൾ എന്ത് ചെയ്യും, സ്റ്റോപ്പ് ലോസൊക്കെ മാറ്റിക്കും, അവിടെ വെച്ചിരിക്കും. ആരോ എന്നോട് പറയും എന്ത്, ഒന്നുകൂടെ വെയിറ്റ് ചെയ്യാം, അത് മാറ്റി വെക്കുക. കൃത്യമായ സെറ്റപ്പ് വരുന്ന സമയത്ത് വെയിറ്റിംഗ് ഒഴിവാക്കുക, എക്സിറ്റ് അടിക്കുക. ദെൻ നിങ്ങൾ എല്ലാവരും ഇവിടെ വന്നിരിക്കുന്ന ഈ പറഞ്ഞ രണ്ട് കാര്യത്തിന് വേണ്ടി മാത്രം, സിസ്റ്റത്തിനും ട്രേഡ് സെറ്റപ്പിനും വേണ്ടി മാത്രം. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം റിസ്ക് മാനേജ്മെൻറ്റ്. നമ്മുടെ ക്യാപിറ്റലിൻ്റെ കപ്പാസിറ്റി അനുസരിച്ചിട്ട് എത്രത്തോളം റിസ്ക് എടുക്കാം. അതായത് എൻ്റെ കയ്യിൽ ഇപ്പോൾ 1 ലക്ഷം രൂപയാണുള്ളതെങ്കിൽ അല്ലെങ്കിൽ 10 ലക്ഷം രൂപയാണ്, അതിന് ഞാൻ എത്രത്തോളം റിസ്ക് എടുക്കണം, എൻ്റെ ക്യാപിറ്റൽ കപ്പാസിറ്റി അനുസരിച്ച് ഈ പർട്ടിക്കുലർ സ്റ്റോക്ക് എത്ര ക്വാണ്ടിറ്റി മേടിക്കണം എന്ന് ഹെൽപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മുമ്പിൽ ഒരു കൃത്യമായ റിസ്ക് മാനേജ്മെൻറ്റ് തിയറി ഉണ്ടായിരിക്കണം. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ തയ്യാറാവണം. ഇതാണ് നമ്മുടെ ആക്ഷൻ പ്ലാൻ. ഇന്ന് 2024 നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്, നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യാണ്. എൻ്റെ ആഗ്രഹം നാളെ മുതൽ ഞാൻ പ്രോഫിറ്റ് ഉണ്ടാക്കണം. പക്ഷേ ട്രേഡിംഗ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ പഴയ മോഡലാണെങ്കിൽ, ഞാൻ റിസ്കിനെ പറ്റി ബോധമല്ലെങ്കിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. 50,000 നിന്ന് ഞാൻ എൻ്റെ ഗ്രോസ് 5,000 എത്തിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ മുമ്പിൽ ഈ ഒരു റിസ്ക് മാനേജ്മെൻറ്റ് ഉണ്ടായേ പറ്റുള്ളൂ. ആ റിസ്ക് മാനേജ്മെൻറ്റ് തിയറിക്ക് ശേഷം ഇത്രയും 3 കാര്യങ്ങൾ ഞാൻ ക്ലിയർ ആക്കി തന്നു. നിങ്ങൾക്ക് സെറ്റപ്പ് തന്നു, നിങ്ങൾക്ക് സ്റ്റോക്ക് തന്നു. ഞാൻ ഒരു 10 പേരെ സെലക്ട് ചെയ്തിട്ട് 10 പ്രാവശ്യം 10 ട്രേഡിംഗ് ടിപ്സ് തരികയാണ്. എനിക്ക് 10 പേർക്ക് കിട്ടുന്ന റിസൾട്ട് സെയിം ആയിരിക്കുമോ? സുബ്രഹ്മണ്യൻ സാർക്ക് ഒരു പ്രോഫിറ്റ് ആയിരിക്കും, സാർക്ക് അതായിരിക്കുമോ പ്രോഫിറ്റ്? 10 പേർക്കും ഡിഫറെൻറ്റ് പ്രോഫിറ്റ്. ചില ആൾക്കാർ ലോസ് പോകും. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഓഫ് ദെയർ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്. നമ്മൾ സൈക്കോളജിക്കലി എവിടെയൊക്കെയാണ് ഫെയിലിയർ ആവുന്നത്, ഏതൊക്കെ സൈക്കോളജിക്കൽ ലൂപ്പിലാണ് ഞാൻ പെട്ടുകിടക്കുന്നത് എന്ന് മനസ്സിലാക്കി അതിന് ഓവർകം ചെയ്യാനുള്ള ആക്ഷൻ എടുത്താൽ മാത്രമേ എനിക്കൊരു പ്രൊഫഷണൽ ട്രേഡർ ആവാൻ പറ്റുള്ളൂ. ഈ 4 സ്റ്റെപ്പ് കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഉറപ്പിച്ചോ, പണം എന്ന് പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൽ നിങ്ങളിടുന്ന അധിക കാലമൊന്നും ഹൈഡ് ചെയ്യില്ല.